ഒരുപാട് നാളായി ആക്ടിങ്ങിൻ്റെ ഒരു പാഷനായിട്ട് നടക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഒരുപാട് എന്നെ കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് വിനയൻ സാറിനെ പോയി ഒന്ന് കാണാൻ പറഞ്ഞു. കാരണം നിനക്ക് നല്ല സ്കോപ്പ് ഉണ്ട്, അടുത്ത അത്ഭുത ദ്വീപ് ചെയ്യാനുള്ള ചാൻസ്. പിന്നെ എനിക്ക് തലയ്ക്ക് ഭ്രാന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ നമ്മുടെ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വിളിച്ചു. ഞാൻ 2 എപ്പിസോഡ് കഴിഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊള്ളാം, അവന് തലയ്ക്കൊന്നും കുഴപ്പമില്ല, നല്ല ഭാവി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വേദി എനിക്ക് ഒരുപാട് സഹായമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡുള്ള കഥകളാണ് പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഫ്രീക്കന്മാരെ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതൊരു യഥാർത്ഥ ഫ്രീക്കനല്ല, നാട്ടുകാർ ഫ്രീക്കന്മാരായതുകൊണ്ട് ഞാനും ഒന്ന് ഫ്രീക്കനാകാൻ വേണ്ടി തത്രപ്പാട് പെടുന്ന ഒരു ഫ്രീക്കൻ. ഡ്യൂക്ക് ഡിറ്റോ. ഡിറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേ കൂടി എന്ന് പറഞ്ഞ അങ്ങോട്ട് പാഞ്ഞു പോണ ഡിറ്റോനെ കണ്ട അവന്റെ വീട്ടുകാരെ സ്മരിക്കാത്ത ആരുമില്ല. ഇവന്റെ വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ല, ഈ മാനിന്റെ പോലത്തെ വണ്ടി, അവതാർ സിനിമയിലെ പക്ഷി ഉണ്ടല്ല അതുപോലത്തെ കിളി, അതുപോലത്തെ വണ്ടി. ഇവന്റെ ടയറും ഈ നമ്മുടെ ബാക്ക് സീറ്റും കൂടി ഒരു 1.5 മീറ്റർ അകലമുണ്ട്. ഇതിൽ ആദ്യവന്മാര് ഒരു കാറിന്റെ കയറ്റി, അത് കഴിഞ്ഞ് ലോറിയുടെ ടയർ കയറ്റി, ഇപ്പൊ JCB ടയർ എങ്ങനെയെങ്കിലും കയറ്റാൻ വേണ്ടി കിടക്കണ ഇവൻ, മനസ്സിലായ? അത് കഴിഞ്ഞിട്ട് പെട്രോളിന്റെ വില എത്ര കൂടിയാലും ഇവനൊരു വിഷയമില്ല. കാരണം ഇവൻ എന്നോട് ചോദിച്ചു, ചേട്ടന്റെ വണ്ടിക്ക് എത്ര കിലോമീറ്റർ കിട്ടും? ഞാൻ പറഞ്ഞ 50. എന്റെ പൊന്നു ചേട്ടാ, ശോകം വണ്ടി കൊണ്ടേക്കാളാ, നടന്നു പോകാൻ പാടില്ലേ എന്നിവൻ എന്നോട്. അപ്പൊ പറഞ്ഞു ഒരു ലിറ്ററിൽ 10 കിലോമീറ്റർ കിട്ടണമെങ്കിൽ ഓക്കെയാണ് ഇവൻ. ഇപ്പൊ 1 ലിറ്ററിൽ 1 കിലോമീറ്റർ കിട്ടാൻ പോണ വണ്ടി വരാൻ പോണേ, അതെടുക്കാൻ വേണ്ടി നടക്കുകയാണ്. അമ്മയുടെ കുടുംബശ്രീയിലെ പൈസ എടുത്തിട്ട് പെട്രോൾ അടിക്കുന്ന ഡിറ്റോ. അപ്പോൾ ഇവന്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 4 പാലം കയറി ഇറങ്ങും. ഏത് ഈ ക്യാമറയും വെച്ച് ഒന്നല്ല ഹെൽമെറ്റിന്റെ മേളിൽ വെക്കും, അല്ലെങ്കിൽ വണ്ടിയുടെ മേളിൽ വെക്കും. എന്നിട്ട് റീൽസിലൊരു ആസ്ഥാന തീം മ്യൂസിക് ഉണ്ട്, ഇത് തന്നെ അവന്റെ പരിപാടി, മെയിൻ പരിപാടി ഇതാണ്. ഒരു കാര്യമില്ല. ഇവൻ ചിക്കനായിട്ട് പോണോണ്ടാ, ചിക്കനായിട്ട് പോണപ്പോ ഇങ്ങനെ ഒട്ടി നിന്നിട്ട് ഇവൻ പോവുള്ളൂ. സയാമീസ് ഇരട്ടകളില്ലേ, അവർക്ക് ഇതിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടാവും. തമാശയല്ല. ഇവന്മാര് അമ്മ പറയണടാ ഒരു 10 കിലോ അരി പോയി മേടിച്ചോടാന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഉണ്ടല്ല, ഒരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി 50 കിലോമീറ്റർ ഇവൻ ചിക്കനെ തൂക്കിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ അങ്ങോട്ട് പോകും, ഒരു കുഴപ്പമില്ല ഇവന്, അതിനൊരു വിഷയമില്ല. പിന്നെ വേറെ സീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്, ഈ കോഴിയുടെ പൂട പോലത്തെ ഈ പൂ പോലത്തെ ഒരു സാധനം ഉണ്ട്, ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ടുള്ള ഹെൽമെറ്റ് കണ്ടാ നിങ്ങള്. ഇപ്പൊ ട്രെൻഡ് മാറി. റീൽസിൽ ഇവൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയല്ല, ബ്രാൻഡഡ് നല്ല ഹെൽമെറ്റ് മേടിക്കും. ഈ ബ്രാൻഡഡ് ഹെൽമെറ്റിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഉള്ളിലെ തലയ്ക്ക് പ്രസക്തിയില്ല, ഏത് ഫ്രീക്കനും എടുത്ത് വെക്കാൻ പറ്റും. എന്നിട്ട് ഇവൻ സെന്റിമെന്റ്സിന് കിട്ടാൻ വേണ്ടി ഒന്നല്ലെങ്കിൽ ഈ ഹെൽമെറ്റ് വെച്ചിട്ട് അമ്മയ്ക്ക് ചോറ് കൊടുക്കുക, സെന്റിമെന്റ്സ് കിട്ടുമല്ല, നന്മമരം. പിന്നെ ഉള്ളത് ഒന്നല്ലെങ്കിൽ അമ്മേനെടുത്ത് പൊക്കുക, കൊച്ചിനെടുത്ത് പൊക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇവന്. പിന്നെ വേറൊരു സാധനം പുതിയ ഇറങ്ങിയിട്ടുണ്ട്, സേവ് ദ ഡേറ്റ്. സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചെറായി അങ്ങനെയുള്ള ബീച്ചിൽ പോയിട്ട് നട്ടപ്പുറ വെയിലത്ത് ഈ ഹെൽമെറ്റും വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ അവനും കൂടി ഇത് ഇങ്ങനെ മുട്ടിച്ചേക്കണേ, ലൗച്ചിനായിട്ട് ഇങ്ങനെ മുട്ടിച്ചേക്കണേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സേവ് ദ ഡേറ്റിന് മുഖം കാണണമെന്നില്ലേ? അല്ല, ഇപ്പൊ സേവ് ദ ഡേറ്റിന് മുഖം കാണേണ്ട ആവശ്യമില്ല, വേറെ പലതും ഒക്കെ ആണല്ലോ. അത് ഞാൻ പറയണില്ല, ആ കേസ് ഞാൻ വിട്ട്. ഇവൻ ഒരു ദിവസം അമ്മയായിട്ട് ഗവൺമെന്റ് ആശുപത്രി പോണേ. ഗവൺമെന്റ് ആശുപത്രി പോകുമ്പോണ്ടല്ല, ഈ അമ്മ ഇരിക്കണത് ഈ ഫ്രീക്കനും ഇവനായിട്ട് 1.5 മീറ്റർ പൊക്കത്തിലാണ് ഇങ്ങനെ ഇരിക്കണേ. ഈ നമ്മുടെ പള്ളിപ്പെരുന്നാളിലൊക്കെ ഈ രൂപക്കൂടെ ഉണ്ടാവില്ലേ, അതേപോലെ. അപ്പൊ ഇങ്ങനെ കാറ്റടിക്കുമ്പോണ്ടല്ലോ, ഈ ഓയിൽ സാരി ഇട്ടിരിക്കണ അമ്മ എന്ന് പറഞ്ഞിങ്ങനെ പല്ലൊക്കെ ഇങ്ങനെ കാറ്റടിച്ചിട്ടേ അങ്ങനെ നോക്കുമ്പോഴാണ് ഫ്രണ്ടിൽ കൂടി വേറൊരു ഫ്രീക്കൻ കയറി പോണു. ഇവൻ വിടുവാ, അവനൊരു കിടത്ത്. അപ്പൊ അമ്മ ഇങ്ങനെയാണ് കാണിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് ഈ അമ്മയുടെ എക്സ്പ്രഷൻ കണ്ടറിയാം, എന്റെ പൊന്നെ, ഞാന് കുടുംബശ്രീന്ന് പലിശക്ക് പൈസ എടുത്ത് മേടിച്ചു കൊടുത്ത വണ്ടിയാണിത്, എന്ത് ചെയ്യാനാണ്, തലക്ക് വെളിവില്ല എന്നും പറഞ്ഞ് അങ്ങനെ പോണ വഴിക്കണ്ടല്ല, ഇവനൊരു 4 കടത്തുകൊണ്ട് കിടത്തിയപ്പോ ഗവൺമെന്റ് ആശുപത്രി ചെന്നപ്പോ അമ്മ മിസ്, അമ്മയെ കാണാനില്ല. ഇപ്പൊ ഇവൻ വെട്ടിച്ച ഫ്രീക്കണ്ടല്ല, അവൻ അമ്മയായിട്ട് വന്നി. എന്നിട്ട് ഇവൻ സ്റ്റാറ്റസ് ഇട്ടേക്കാണ്, അമ്മ പൊളിയാണ്, അമ്മ മാസാണ്, അമ്മ വേറെ ലെവലാണ്. പിന്നെ ഇവനുണ്ടല്ല, നമ്മുടെ മറ്റേ ഫാദേഴ്സ് ഡേക്ക് ഇവന്റെ വേറെ ഡേയില്, അച്ഛൻ കൊണ്ട വെയിലിന്റെ തണലിലാണ് എൻ്റെ ലൈഫ്. ശരിയാണ്, ഇവൻ തണലത്തിരുന്ന് ചാറ്റ് ചെയ്യും. അച്ഛൻ മറ്റേ കൺസ്ട്രക്ഷൻ പണിക്ക് പോയിട്ട് ഇവനെ പോയിട്ടും കറക്റ്റാണ് ഇവൻ. ഇതൊക്കെ കഴിഞ്ഞ ഒരു ദിവസം ഇവൻ ജോലിക്ക് പോണേണ്. ജോലിക്ക് പോണ സമയത്ത് ഇവന് കയറി പോകാൻ പറ്റില്ല. ഫ്രീക്കൻ ആയിക്കഴിഞ്ഞാൽ ഗ്യാപ്പ് കിട്ടി അപ്പൊ കിടത്തും. അങ്ങനെ കിടത്താൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. നോക്കിയപ്പോ ഒരു ഓട്ടോ പോണേന്റെ ഇടയ്ക്ക് ഒരു നേരെ ജീപ്പ് പോണ്ട്. ഇപ്പൊ കയറി വന്നപ്പോ കൊള്ളാം, ഗ്യാപ്പ് ഉണ്ട്, ഒരൊറ്റ കിടത്ത്. പിന്നെ നോക്കുമ്പോ ഹോസ്പിറ്റലാണ്. ഇത് കെട്ടി വലിച്ചോണ്ട് പോണേ, മറ്റേ കഴുത്തേക്കുരി ഇങ്ങോട്ടല്ല, മച്ചാൻ ഇങ്ങനെ കിടക്കും. അപ്പൊ കിടത്തില്ലെങ്കിൽ എന്ത് പറ്റും, നമ്മള് ബെഡിൽ കിടക്കും. അങ്ങനെ ഇവന് ഇതൊക്കെ നിർത്തിയിട്ട് നേരെ ഡ്രൈവിംഗ് ലൈസൻസ് പഠിക്കാൻ പോണേ. സദനാശാൻ എന്ന് പറഞ്ഞാണ്ടല്ല, നല്ല അമ്മായിമാരുള്ളതുകൊണ്ട് ഇവന് ഇൻട്രസ്റ്റ് ആയി. ഇപ്പം 3 പേരും കൂടി നേരെ സദനാശാൻ്റെ അടുത്ത് പോണേ. അപ്പൊ ആശാൻ ഫസ്റ്റ് സെക്കൻഡ് ഗിയറൊക്കെ ഇട്ട് കൊടുത്തു. അപ്പൊ ഇവന് മൊത്തത്തിൽ കൺഫ്യൂഷൻ, ഇത് ഗിയർ ഇടിയാൻ വേണം, കാലും ചേട്ടണം, എല്ലാം കൊടുത്ത് ഒരാളും ഉണ്ട്. അപ്പൊ ആശാൻ പറഞ്ഞടാ, നീ ഒന്നും നോക്കണ്ട,
പുതിയ വണ്ടിയാണ്, പ്രശ്നമൊന്നുമില്ല, നീ എന്ത് വേണമെങ്കിലും ചെയ്തോന്ന് പറഞ്ഞു. ഫസ്റ്റ് ഇട്ട്, സെക്കൻഡ് ഇട്ട്, ഇത് കഴിഞ്ഞിട്ട് തേർഡ് ഇടാൻ വേണ്ടി ഇവന് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ പറഞ്ഞു, എടാ തേർഡ് ഇട്. അല്ലാച്ചാനെ ഇപ്പൊ കുഴപ്പമില്ലാതെ പോകണ്ടല്ലോ, ഇപ്പൊ തേർഡ് ഇടേണ്ട കാര്യമുണ്ട്. ഇടാന്ന് പറഞ്ഞു. ഗിയർ ഒറ്റ വലി, റിവേഴ്സ് ഗിയറിലായിട്ട് പോയി വണ്ടി ഇങ്ങനെ നിൽക്കേ. അങ്ങനെ ഈ പഠിത്തം കൊണ്ടാണ് ഇവൻ റോഡ് ടെസ്റ്റിന് പോകണം. റോഡ് ടെസ്റ്റിന് ചെന്നപ്പോഴത്തേക്കും ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലാണ് റോഡ് ടെസ്റ്റ് നടക്കണം. അപ്പോൾ 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു മീഡിയൻ ഉണ്ട്. ഈ മീഡിയൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവന്റെ മൊത്തം ബുദ്ധി. അപ്പൊ 3 പേരുണ്ടല്ലോ, ആദ്യത്തവൻ കയറി, ഓക്കെ, അവൻ മാറി. രണ്ടാമത്തവന് ഇവനും കൂടി ഒരു ക്ലാഷ്. കാരണം ഇവൻ കയറി കഴിഞ്ഞാൽ ആ മീഡിയൻ എടുക്കേണ്ടി വരും. അങ്ങനെ ഇവൻ എന്ത് ചെയ്ത്, മറ്റവനെ കയറ്റി. പക്ഷെ അവിടെ ചെന്ന് മീഡിയന് മുമ്പ് സംഗതി അവനോട് മാറിക്കോളാൻ പറഞ്ഞു. ടിറ്റോ എടുക്കേണ്ടി വന്നു. ടിറ്റോ നേരെ തേർഡ് ഗിയറിൽ ഇങ്ങനെ അങ്ങോട്ട് ഇറക്കുന്നുണ്ട്. അപ്പുറത്തൊരു ടയർ കട ഇരിപ്പുണ്ട്. RT ഓഫീസർ നേരെ ഈ ഇതുമേ കയറി സ്റ്റിയറിംഗിൽ കയറി പിടിക്കുന്നു. അതിന്റെ ടയറാണ് പോയെന്നറിയാൻ പാടില്ല, ഇതിന്റെ ടയറാണ് പോയെന്നറിയാൻ പാടില്ല. അവസാനം RT ഓഫീസർ വണ്ടി ഓടിക്കുന്നു. റോഡ് ടെസ്റ്റിലെ RT ഓഫീസർ വണ്ടി ഓടിച്ചിട്ട് അപ്പോഴത്തേക്കും നേരെ സദനാശാനം ഓടി ചെല്ലുമ്പോഴത്തേക്കും കാലേ വീണേക്കണേ. എൻ്റെ അമ്മയുടെ വലിയൊരു ആഗ്രഹമാണ് എനിക്ക് ലൈസൻസ് കിട്ടാൻ. ഇനി ഞാൻ ഈ ലൈസൻസ് കിട്ടിയ വണ്ടി എടുക്കൂല സാറേ. അപ്പൊ പുള്ളി ഓർത്തേ, കാരണം വെച്ചാൽ ഇനി ഈ RT ഓഫീസർ ഇവിടെ നിന്ന് ഈ അടുത്തൊന്നും മാറാൻ സാധ്യതയില്ല. അപ്പൊ ഇവൻ ഇനിയും വരും. ഒരു ജീവൻ മരണ പോരാട്ടത്തിന് പുള്ളി തയ്യാറല്ലെന്ന് പറഞ്ഞ് ലൈസൻസ് കൊടുക്കുകയാണ്. ദാറ്റ്സ് മൈ ടൈം.